പ്രിയ കൂട്ടുകാരെ, ഞങ്ങൾ ഇന്ന് ദുബായ് മാൾ കാണാൻ വേണ്ടി മെട്രോയിൽ പോകാനാണ് പ്ലാൻ ഇട്ടത്. മെട്രോ സ്റ്റേഷനിൽ കാർ പാർക്ക് ചെയ്തിട്ട് ട്രെയിനിൽ കയറാൻ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് ഓരോരുത്തരും കയ്യിൽ വെച്ചേക്കണം. ഒരിടത്ത് കൊണ്ട് പഞ്ച് ചെയ്താലേ അത് കൗണ്ടർ തുറന്ന് നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഞങ്ങൾ അങ്ങനെ പഞ്ച് ചെയ്ത് അകത്തോട്ട് കയറി എസ്കലേറ്റർ വഴി ട്രെയിൻ പിടിക്കുന്ന മുകൾ ഭാഗത്താണ് വന്നെത്തിയത്. ഞങ്ങൾ വന്നപ്പോഴേക്കും ഒരു മെട്രോ ട്രെയിൻ പാസ് ചെയ്ത് പോകുന്നത് കണ്ട് ഞങ്ങൾ അടുത്ത ട്രെയിനിലാണ് കയറിയത് കേട്ടോ. എൻ്റെ ആദ്യത്തെ യാത്രയാണ്, മെട്രോ ട്രെയിനിലുള്ള ആദ്യത്തെ യാത്രയാണിത്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ മെട്രോയിലിരുന്ന സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. കുറേ സ്റ്റേഷൻ പിന്നിട്ടാണ് ട്രെയിനിലിരിക്കുമ്പോൾ തന്നെ നമുക്ക് ബുർജ് ഖലീഫ കാണാൻ സാധിക്കും കേട്ടോ. ഒരു 7-8 സ്റ്റേഷൻ പിന്നിട്ടതിന് ശേഷമാണ് ദുബായ് മാൾ എത്തുന്നത്. ഇത് ഓരോ സ്റ്റേഷനിൽ ആൾക്കാർ ഇറങ്ങുകയും കയറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സ്റ്റേഷൻ എടുക്കുമ്പോൾ ഡോർ ഓപ്പൺ ആകുമ്പോഴും ഡോർ ക്ലോസ് ചെയ്യുമ്പോഴും ഒക്കെ ട്രെയിനിൽ അത് പറയുന്നുണ്ട് കേട്ടോ. ട്രെയിനിലിരുന്ന് നമുക്ക് പുറത്തൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഓരോ കെട്ടിടങ്ങൾ, ദുബായിലെ 8-10 നിലകളുള്ള ഓരോ ഫ്ലാറ്റുകൾ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. എനിക്ക് എന്തായാലും ഞാൻ ശരിക്കും നന്നായിട്ട് ആസ്വദിച്ച ഒരു സമയമായിരുന്നു എൻ്റെ ദുബായ് മാൾ യാത്ര. ഇത് ട്രെയിനിലിരുന്ന് ഞാൻ വീഡിയോ എടുത്തതാണ്. അങ്ങനെ മെട്രോ ട്രെയിൻ നേരെ ദുബായ് മാൾ സ്റ്റേഷനിൽ നിർത്തി. അവിടെ നിന്ന് കുറേ അധികം നടന്ന് വേണം മാളിനകത്ത് എൻ്റർ ആവാനായിട്ട്. മാളിനുള്ളിൽ ഞങ്ങൾ എത്തിയ സമയം ക്രിസ്മസ് ആയതുകൊണ്ട് വളരെ മനോഹരമായി മാള് അലങ്കരിച്ചിരുന്നു. ഈ കണ്ടോ, ഇതുപോലെ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ടൊക്കെ. ആൾക്കാർ കയറുന്നത് ഇറങ്ങുന്നത് എല്ലാ സ്ഥലത്തും എസ്കലേറ്ററൊക്കെ കാണാം കേട്ടോ. ഒരുപാട് നടക്കാൻ പറ്റാത്തവർക്കായ ലിഫ്റ്റും ഉണ്ട്, ഒപ്പം ലിഫ്റ്റും ഉണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ. ഇതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. ഇത് മാളിൻ്റെ മുകൾ വശത്തുനിന്ന് ലൈറ്റുകളാണ് ഇങ്ങനെ തൂങ്ങി കാണുന്നത്. ഞാൻ കുറേ നേരം മുകളിലോട്ട് നോക്കി നിന്ന്. എന്തായാലും ഞാൻ എൻ്റെ സ്ഥലങ്ങളിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഒരു വായി നോക്കിയ പോലെ നോക്കി നിൽക്കുകയായിരുന്നു. ഞങ്ങളെന്നും കാണുന്നതല്ലല്ലോ, വല്ലപ്പോഴും പോയപ്പോഴും കണ്ടതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കാണുന്ന റോബോട്ട് മുഖങ്ങളാണ്. വളരെ കൗതുകം തരുന്ന ഒരു കാഴ്ചയായിരുന്നു. ശരിക്കുമുള്ള മനുഷ്യമുഖം പോലെ തന്നെ കണ്ടോ. കണ്ണടയ്ക്കും, വായ തുറക്കും, ഇങ്ങനെ ചരിയും. ഇതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. വരുന്നവരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു ഒക്കെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോ ഷോപ്പുകളിലും വായി നോക്കി നടക്കുകയായിരുന്നു. കാണാൻ നല്ല ഭംഗിയായതുകൊണ്ടാണ് ഇങ്ങനെ നോക്കി നടന്നത്. എല്ലാ ഷോപ്പുകളും കാഴ്ചകളും കണ്ട് തളർന്നപ്പോൾ ഞങ്ങൾ പിസ്സ ഹട്ടിൽ കയറി പിസ്സയൊക്കെ കഴിച്ച് മാളിൻ്റെ മറുവശത്ത്, അതായത് ബുർജ് ഖലീഫയുടെ മുന്നിലെത്തി. ഈ കാണുന്നത് ബുർജ് ഖലീഫയുടെ മുൻവശമാണ്. ശരിക്കും ഞങ്ങൾ ആഗ്രഹിച്ചത് ബുർജ് ഖലീഫയുടെ ഉള്ളിൽ കയറാനായിരുന്നു പ്ലാൻ. ക്രിസ്മസ് സമയവും തിരക്ക് കാരണവും ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അത് കാരണം ഞങ്ങൾ അതിന് മുന്നിലൂടെ കാഴ്ചകൾ കണ്ട് നടന്നു. ഈ കാണുന്നത് മാളിനുള്ളിലെ വലിയ അക്വേറിയവും അണ്ടർ വാട്ടർ സൂവുമാണ്. ഇതിന് മുന്നിൽ നിന്നാൽ നമുക്ക് അവിടെ നിന്ന് മാറാനേ തോന്നത്തില്ല, അത്രയ്ക്ക് മനോഹരമായിരുന്നു. സ്ക്യൂബ ഡൈവ് ചെയ്യാനും പറ്റും. അതിന് ടിക്കറ്റ് പ്രത്യേകം എടുക്കണം കേട്ടോ, അതിനുള്ളിലേക്ക് കയറി സ്ക്യൂബ ഡൈവ് ചെയ്യാനൊക്കെ. ഇത് ദുബായ് മാളിലുള്ള ഒരു ഫൗണ്ടൈനാണ്. അതും വളരെ മനോഹരമായിരുന്നു. അവിടെയും ഞങ്ങൾ കുറേ നേരം നോക്കി നിന്ന് അതിൽ കിടന്ന് ആ മീനുകളൊക്കെ ഓടുന്നത് കാണാനും, നമ്മൾ കടലിൽ ഇറങ്ങി കാണാൻ പറ്റാത്ത കൗതുകം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയായിരുന്നു. എന്തായാലും ആ കാഴ്ചകളൊക്കെ കണ്ട് നല്ല മനസ്സിനൊരു സന്തോഷം കിട്ടിയൊരു സമയമായിരുന്നു കേട്ടോ. അത് വളരെ മനോഹരമായിരുന്നു. വലിയ സ്രാവുകളൊക്കെ ഇങ്ങനെ പോകുന്നതും സ്കൂബ ഡൈവ് ചെയ്യുന്നതും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. നടന്ന് തളർന്നപ്പോൾ നിൽക്കാനൊരിടം അത്ര തന്നെയാണ്. ആ സമയം എൻ്റെ മോളൊരു കടയുടെ ഫ്രണ്ടിൽ പോയി കൊച്ചുമോള് അതൊക്കെ എണ്ണി നോക്കുന്നതാണ്. ഇത് അവിടുത്തെ കാഴ്ചകളിങ്ങനെ ഞങ്ങൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുകയായിരുന്നു.
പലതരം ക്രിസ്മസ് ട്രീകൾ കാണാമായിരുന്നു കേട്ടോ. എൻ്റെ കൊച്ചുമോളാണ് വന്ന് വന്ന് നിന്ന് ഓരോ ഫോട്ടോ എടുക്കാൻ പറയുന്നതും. ഈ തൂക്കിയിട്ടേക്കുന്നതെല്ലാം ലൈറ്റുകളാണ് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. നമുക്കിതൊക്കെ കണ്ട് നടക്കുമ്പോൾ വിശപ്പേ തോന്നത്തില്ല, ഓരോ കാഴ്ചകളും കണ്ട് നടക്കുമ്പോൾ. പിന്നെ ഇടയ്ക്ക് കുട്ടികൾ എന്തെങ്കിലും ചോദിക്കുമ്പോഴാണ് വിശപ്പിൻ്റെ ഓർമ്മ തന്നെ വരുന്നത്. കാണുന്നത് ഐസ് സ്കേറ്റിംഗ് ആണ്. ഇവിടെ വലിയ ഒരു സ്ഥലം തന്നെ ഈ സ്കേറ്റിങ്ങിന് വേണ്ടിയുണ്ട്. ഇത് ഡൈനോസറിൻ്റെ ഒരു പോസിലാണ്. എല്ലാം പാർട്ടുകളായിട്ട് ഒരുമിച്ച് കമ്പികൾ ഉപയോഗിച്ച് തൂക്കിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. കാഴ്ചക്കാരൊക്കെ വരുമ്പോൾ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങളവിടെ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ഈ സ്കെൽറ്റൻ നോക്കി നിൽക്കുന്ന ഇടമുണ്ട്. എൻ്റെ കൊച്ചുമക്കളും അവിടെ കിടന്ന് ഓടിച്ചാടി കളിക്കുകയായിരുന്നു. കുട്ടികൾക്കൊക്കെ ഓടിച്ചാടി കളിക്കാൻ വിശാലമായ ഏരിയ തന്നെ ഉണ്ട്. ഓരോ കടകളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഡിസ്പ്ലേക്ക് ഡ്രസ്സുകളൊക്കെ ഇട്ടേക്കുമല്ലോ. അപ്പം ഞാനും മോളും അതിനെക്കുറിച്ചൊക്കെ ഓരോന്ന് സംസാരിക്കും. പക്ഷേ എടുത്തിട്ടില്ല, ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല. കുട്ടികൾക്ക് കഴിക്കാൻ മാത്രമേ വാങ്ങിച്ചു കൊടുത്തുള്ളൂ. ഇത് മടങ്ങി വരുന്ന സമയത്ത് നോക്കി വരെയായിരുന്നു. എനിക്കെന്നാൽ അവിടുത്തെ ലൈറ്റുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ലൈറ്റ് കാണുന്ന ഭാഗത്ത് ഞാൻ കുറേ നേരം നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കും. തിരിച്ച് ഞങ്ങൾ മെട്രോയിലോട്ട് കയറാനായിട്ട് തിരിച്ച് നടന്നു വരുന്നത് സമയം ഞാൻ പുറത്തോട്ട് നോക്കി ആ കാറുകൾ പോകുന്ന കാഴ്ചയും കണ്ട് ഞങ്ങൾ ഫ്ലാറ്റിലെത്തിയപ്പോഴേ രാത്രിയായി.